നമസ്കാരം. കുറേ നാളുകൾക്ക് ശേഷമാണ് വീണ്ടും വീഡിയോ ഇടുന്നത്. ഈ പറഞ്ഞ പോലെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ട്, എന്താ പറയുക, കുറച്ച് സബ്സ്ക്രൈബേഴ്സാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, എല്ലാ ടൈപ്പ് നമ്മൾ ഇപ്പോൾ കുറേ ടൈം നമ്മൾ വീഡിയോ ഇട്ട് അങ്ങനെ വെറുപ്പിക്കാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും നന്ദി. ഒരിക്കലും ഞാൻ നിങ്ങളോട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയില്ല, കാരണം നിങ്ങൾക്കൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നുവെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. എല്ലാവർക്കും എന്നെ എത്രയും സപ്പോർട്ട് ചെയ്തിട്ടുള്ളവർക്ക് നന്ദി. അപ്പം നമ്മളെപ്പോഴും ഇടുന്ന വീഡിയോസ് എപ്പോഴും നമ്മൾ സൈക്കോളജിക്കലി അല്ലെങ്കിൽ സ്പിരിച്വലി അല്ലെങ്കിൽ മെഡിറ്റേഷൻ, അതും അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് എന്താ പറയുക ലൈഫ് സ്റ്റൈല്, ഫുഡ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അപ്പം ഞാൻ വലിയൊരു വീഡിയോ കണ്ടൻറ്റ് ക്രിയേറ്ററൊന്നുമല്ല, കാരണം ഈ പറഞ്ഞ പോലെ ജോലി ചെയ്തും കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടാണ് വീഡിയോ ഇടുന്നത്. വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഹോബി എന്നുള്ള രീതിയിലാണ് ഇടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് തെറ്റുകുറ്റങ്ങളുണ്ടാവും. അപ്പോൾ എല്ലാവരും എന്നോട് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വീണ്ടും നന്ദി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പലപ്പോഴും നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെപ്പോഴും ഡൗൺ ആയിട്ട് തന്നെയാണ് പോകുന്നത്. അതായത് നമ്മളുടെ ഉള്ളിൽ നമുക്ക് അത് ചിലപ്പം നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഭഗവാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് പല പല പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമുക്കെപ്പോഴും ഒരു നാഴികക്കല്ലാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ എത്തണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ആ നടക്കുന്ന പാതയിൽ പലതരത്തിലുള്ള അപകടങ്ങൾ പതുങ്ങിയിരിക്കും, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും, സാഹചര്യങ്ങളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ആ സമയത്ത് അതിനെ നമ്മൾ എപ്പോഴും പ്രായോഗികമായിട്ടും നമ്മൾ ബുദ്ധിപരമായിട്ടും നമ്മൾ ചില സമയത്ത് നമുക്ക് ശാരീരികപരമായിട്ടാണെങ്കിലും ഇപ്പം ഫൈറ്റ് ചെയ്യേണ്ടത് നമ്മൾ ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പം നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചും നമ്മുടെ ലക്ഷ്യത്തിൽ എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പോകുന്ന മാർഗത്തിലുണ്ടാകുന്ന തടസ്സങ്ങളൊക്കെ തന്നെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ പല ആൾക്കാരും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ കുറ്റങ്ങളായിട്ട് കണ്ട് കുറ്റപ്പെടുത്താൻ ആളുകളുണ്ടാവും. ചില ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്യാനുണ്ടാവും. നമ്മളൊരു കാര്യം ചിന്തിക്കുക, 100 പേർ ഒരു വിഷയത്തിൽ 100 പേർക്കും 100 അഭിപ്രായമായിരിക്കും. അത് 100 പേർക്കും 100 തരത്തിലുള്ള ചിന്തകളും അവരെടുക്കുന്ന രീതിയും 100 തരത്തിലായിരിക്കും. ഒരേ രീതിയിൽ എടുക്കുന്നവർ വളരെ കുറവാണ്. കാരണം എല്ലാവരും വേറെ വേറെ വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ്, യുണീക്കാണ്. അപ്പോൾ ഒരാളെ പോലെ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഒരാളെ പോലെ മനസ്സിലാക്കാനോ ഒന്നും മറ്റൊരാൾക്ക് സാധിക്കുകയില്ല. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ അതിനെ എതിർക്കുകയും അല്ലെങ്കിൽ അതിനെ നെഗറ്റീവായിട്ട് അത് അവർ ചെയ്യുന്ന ഇങ്ങനെയല്ല അങ്ങനെയല്ല എന്ന് സജഷൻസ് പറയുമ്പോൾ നിങ്ങൾ അത് കേട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ എങ്ങും എത്താൻ പറ്റില്ല. കാരണം സജഷൻസ് എന്ന് പറയുന്നത് അത് അവരുടെ രീതിയിൽ അവർ നോക്കിക്കാണുന്നത് നമുക്ക് തരുന്ന ഒന്നാണ്. ഉപദേശം എന്ന് പറയുന്നത് എന്താണ്, അവരവരുടെ എക്സ്പീരിയൻസിലൂടെ തരുന്നതാണ്. അപ്പോൾ സജഷൻസും ഉപദേശവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ ഉപദേശം തരുന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ നല്ല ഉപദേശം തരുന്നവരുണ്ട്. ഇപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്തപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരുന്നു, അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണമെന്ന് നമുക്കൊരു അവയർനെസ് പോലെ ഒരു ഉപദേശം തരുന്നവരാണെങ്കിൽ നമുക്കൊക്കെ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. നമ്മളത് തലയിലെടുത്ത് വെക്കണം എന്നുള്ളതല്ല, നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഓക്കെ ഇതിങ്ങനെയാണ്. നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ഒരു കുഴിയുണ്ട് കേട്ടോ, ഒന്ന് സൂക്ഷിക്കണം എന്നൊരു ആൾക്ക് അവർ പോയ വഴിക്ക് അവർക്ക് ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് അവർ നമ്മളോട് പറയുന്നത്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു അവയർനെസ് വെച്ചിട്ട് പോകുന്ന വഴിക്ക് കുഴിയുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ച് പോകണം എന്നുള്ള അതിനെ ആ രീതിയിൽ എടുത്താണ് നമ്മൾ പോകുന്നത്. അല്ലാതെ നമ്മൾ പേടിച്ചിട്ട് ശരി ഞാൻ ഇനി അങ്ങോട്ട് പോകുന്നില്ല, എന്തായാലും കുഴിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴി നമ്മൾ തിരിച്ചു പോന്നിട്ട് കാര്യമില്ല. അപ്പോൾ അതുപോലെയാണ് ജീവിതത്തിൽ പ്രശ്നങ്ങളിൽ നമുക്ക് പല വിധത്തിൽ പല ആളുകൾ നമ്മളെ പ്രവോക്ക് ചെയ്യാനുണ്ടാവും. നമ്മളെ ആൾക്കാർ എന്താ പറയുക, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല, അങ്ങനെയാണ്, നിങ്ങൾക്ക് ഇത് ചെയ്താൽ അങ്ങനെ ചെയ്യാം, കുറേ സജഷൻസ് പറയാൻ ആൾക്കാരുണ്ടാവും. നമ്മൾ ചെയ്യുന്ന ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അതും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ജീവിക്കുന്ന ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള കാറ്റഗറിയിലുള്ള ആളുകളുണ്ടാവും. അപ്പം ഇവരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തി നമ്മൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത് അതിലേക്ക് മാത്രം പോവുക. ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് പറയുന്നത്, പലതരത്തിലുള്ള ആൾക്കാരെ ഞാൻ ഡെയിലി പലതരത്തിലുള്ള ആൾക്കാരെ കാണാറുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ജോലിയുടെ തിരക്കുകൾ കൊണ്ട് പല ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണെങ്കിൽ പോലും ഇപ്പോഴും കമ്മ്യൂണിക്കേഷനിൽ ഇരിക്കുന്ന ചില ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ചില ആൾക്കാരെ നേരിട്ട് തന്നെ നമ്മൾ കാണേണ്ട ഒരവസ്ഥ വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അവർക്ക് ചില സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഇതുപോലത്തെ, ഇപ്പം ഞങ്ങൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ
ഇപ്പോൾ പല രാജ്യത്ത് പോയാലും നമ്മൾ ആ ഒരു സെപ്പറേഷൻ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ പല പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഇപ്പോൾ ജോലി ചെയ്യുന്നിടത്ത് ഉറപ്പായിട്ടും ഓഫ് കോഴ്സ് നിങ്ങൾ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ എതിർക്കും, അവർക്ക് ഈഗോ ഉണ്ടാവും, നിങ്ങളെ അവർ ഹ്യൂമിലേറ്റ് ചെയ്യും, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും. സോ അത് കോമൺ ആണ്. പക്ഷേ അതിനെ നിങ്ങളെങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലേക്ക് അത് എടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കേ അറിയുള്ളൂ, നമ്മുടെ കഷ്ടപ്പാട് എന്താണെന്ന് നമുക്കേ അറിയുള്ളൂ, നമ്മൾ എന്തിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നതെന്ന് നമുക്കേ അറിയുള്ളൂ. അപ്പം നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ രക്ഷപ്പെടണം എന്ന് നമ്മൾ തീരുമാനിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക. പിന്നെ ബാക്കിയെല്ലാം സാക്ഷാൽ ഭഗവാന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. ആ ഭഗവാനാണ് നമുക്ക് പോകാനുള്ള ഓരോ പാതയും നമുക്ക് കാണിച്ചു തരുന്നത്. സോ ആ വെളിച്ചം നമ്മൾ കാണുമ്പോൾ ആ വെളിച്ചത്തെ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ എന്തുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു സ്പിരിച്വൽ വേയിൽ സംസാരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും ഈശ്വരനിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് 90% ആൾക്കാരും. അത് പല പല ഈശ്വരനിൽ വിശ്വസിക്കുന്നവരായിരിക്കും, പല മതത്തിലും ജാതിയിലും ഒക്കെ ഉള്ളവരായിരിക്കും. ആ ഒരു വിശ്വാസം എന്ന് പറയുന്നതിന് വലിയ രീതിയിൽ മനുഷ്യൻ്റെ മനസ്സിനെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനും നെഗറ്റീവായിട്ട് ചിന്തിക്കാനും നമ്മുടെ ബിലീവ്സ് എപ്പോഴും നമുക്ക് ചില കാര്യങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് എപ്പോഴും സംസാരിക്കുമ്പോൾ അതിനകത്തൊരു സ്പിരിച്വൽ കാര്യങ്ങളും കൂടി വരുന്നതിൻ്റെ കാര്യം അതാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ, ഞാൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുമ്പോഴാണ് എനിക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനകത്ത് എനിക്ക് എൻ്റെ മനസ്സിന് എന്താണോ അത് ചെയ്യാനായിട്ടോ, ഇത് ചെയ്താൽ നല്ലത്, ഇത് ചെയ്താൽ തെറ്റ് എന്നുള്ള വേർതിരിവോടുകൂടി ചെയ്യുവാനും ചെയ്യുന്നതിൽ നന്മയോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. സോ എല്ലാ കാര്യത്തിലും എല്ലാം ആഡ് ചെയ്തപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഫിസിക്കലി, മെൻ്റലി, നമ്മൾ സ്പിരിച്വലി എല്ലാം ഒരു മനുഷ്യനെ ബന്ധിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മളെ കറക്റ്റ് യഥാവിധി നമ്മൾ മനസ്സിലാക്കി ചിന്തിച്ച് അത് കറക്റ്റായിട്ട് ആ ഒരു കോമ്പിനേഷൻ കൊണ്ടുപോയാൽ മാത്രമേ ജീവിതത്തിൽ എപ്പോഴും നമുക്കൊരു വിജയം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇട്ടത് ഇങ്ങനെ ഒരു ചെറിയൊരു മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യം രാവിലെ പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ്. കാരണം നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യത്തിൽ നമ്മളെ തകർക്കാനോ തളർത്താനോ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഗോൾ എന്താണോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ലക്ഷ്യത്തിൽ വലിയ ലക്ഷ്യങ്ങളെന്നല്ല, നമ്മൾക്ക് എന്താണോ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടത് അതിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഹരേ കൃഷ്ണ. നന്ദി, നമസ്കാരം.